നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴായി എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം. എൻ്റെ പേര് ബിജു ചെറിയാൻ മണലേത്ത്. ഞാൻ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എല്ലാ ആഴ്ചകളിലും പുതുമയുള്ള വീഡിയോസ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ബിസിനസ്സുകാർക്കും സെയിൽസുകാർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും ആ പതിവ് തെറ്റിക്കുന്നില്ല. ഇന്നും പുതുമയുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ആ ടോപ്പിക് എന്താണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് എന്നുള്ളതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ ശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മുടെ പ്രപഞ്ചം ഇത്രയും അധികം വലിയൊരു പ്രപഞ്ചമാണ്. അതായത് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലാക്കലിന് അപ്പുറത്തോട്ടുള്ളൊരു പ്രപഞ്ചമാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ അന്വേഷിച്ച് പോകുന്നവരും പ്രപഞ്ചത്തിൻ്റെ ഈ വിസ്മയ കാഴ്ചകളൊക്കെ അന്വേഷിച്ച് പോകുന്ന ആളുകളുമൊക്കെയാണല്ലോ. ഇത്രയും വിശാലമായ ഈ ഭൂമിയിൽ മനുഷ്യന് പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതിന് പരിമിതിയുണ്ട്. എങ്കിലും മനുഷ്യന് പറ്റുന്ന രീതിയിൽ മനുഷ്യൻ പ്രപഞ്ചത്തെയും ദൈവത്തെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം, നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞ് വളരെ ക്യൂരിയസ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തെയും ദൈവത്തെയും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ നേച്ചറിനെയൊക്കെ, പ്രകൃതിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഏറ്റവും അധികം പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം മാറുന്നു. കാലഘട്ടം മാറുന്നതനുസരിച്ചുള്ള നമ്മുടെ ഭൂമിയിലെ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഭൂമിയിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ പറയുന്ന നമ്മുടെ ഭൂമി, എർത്ത്, ആ പഴയ എർത്ത് 1.0 നിന്ന് എർത്ത് 2.0 ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു. അതായത് നമ്മുടെ എർത്ത്, ഭൂമി എന്ന് പറയുന്ന എർത്ത് 1.0 എന്ന് പറയുന്ന അതിൽ നിന്ന് 2.0 ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു. അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. അതായത് ഓരോ കാലഘട്ടം അനുസരിച്ചും നമ്മുടെ പ്രപഞ്ചം ഉണ്ടായിട്ട് ഏകദേശം 13.5 ബില്യൺ ഇയേഴ്സ് ആയി എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് ഉണ്ടായിട്ട് 1 ലക്ഷം വർഷങ്ങളെ ആയിട്ടുള്ളൂ, ഈ ഹ്യൂമൻ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടം അനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചുറ്റുപാടും അല്ലെങ്കിൽ എന്തൊക്കെയാണോ അതിൻ്റെ ഉള്ളിലുള്ളത് അതിനനുസരിച്ച് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അപ്പം മനുഷ്യ കുലത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് തന്നെയുള്ളൂ. അതൊരു നിയമമാണ്. ആ പ്രിൻസിപ്പിൾസിന് മാറ്റം ഉണ്ടായിരിക്കുകയില്ല. അപ്പം നമ്മൾ ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് അവിടെയുള്ള കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് എപ്പോഴും അന്വേഷിക്കുന്നവരാണ്, സീക്കേഴ്സാണ്. നമ്മളെപ്പോഴും അന്വേഷകരാണ്, നമുക്ക് ക്യൂരിയോസിറ്റി ഉള്ള മനുഷ്യരാണ്. അതായത് 2004 മുതൽ 2024 വരെയുള്ള ആ 20 വർഷ കാലഘട്ടം എന്ന് പറയുന്നത് സെർച്ച് എൻജിൻസിൻ്റെ കാലഘട്ടമാണ്. അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, സെർച്ച് എൻജിൻസ് ഉണ്ട്. അതുവഴി നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുന്നു. നമുക്കെന്താണ് വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നോളജ്, വിസ്ഡം, അല്ലേ, നമ്മൾ ജ്ഞാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ പോയിട്ട് നമ്മൾ സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് ശേഷം, ഈ 2024 ശേഷം അടുത്തൊരു 20 വർഷ കാലഘട്ടം ഉണ്ടാകുകയാണ്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വിസ്ഡം, നമ്മൾ സീക്കേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വിസ്ഡം നമ്മൾ അന്വേഷിക്കുന്നത് കണ്ടെത്തിയ ശേഷം അതിൽ നിന്ന് നമ്മൾ പ്രായോഗികമായിട്ട് കൊണ്ടുവരണം, അല്ലേ. നമ്മൾ മനസ്സിലാക്കി എടുത്തു വെച്ചിരിക്കുന്ന വിസ്ഡം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കുക. 2024 മുതൽ 2044 വരെയുള്ള ആ 20 വർഷത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇറ ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഇറ ഓഫ് എൻലൈറ്റ്മെൻറ്റ്. എന്താണ് ഇറ ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ആ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബോധോദയം ഉണ്ടാവണം. ഇത് എവിടെയെങ്കിലും പ്രയോഗിക്കണം. നമ്മുടെ ലൈഫിനൊരു പർപ്പസ് ഉണ്ടാവണം. അപ്പോൾ ആ പർപ്പസ് സീക്ക് ചെയ്യുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ലോകത്തിലെ ഒരു ചെറിയ ശതമാനത്തോളം ആളുകൾ അത് മനസ്സിലാക്കിയെടുക്കുന്നു, കൂടുതൽ ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻലൈറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതിനകത്തൊരു ലൈറ്റ്, LIGHT, ലൈറ്റ് എന്ന് പറയുന്നത്, പ്രകാശം എന്ന് പറയുന്നത്, അല്ലേ, പ്രകാശം അല്ലെങ്കിൽ ഫയർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫയറിൻ്റെ പ്രത്യേകത എന്താണ്? ഫയറിൻ്റെ പ്രത്യേകത സ്പീഡ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇവിടെയൊക്കെ എന്താണ് ഏറ്റവും അധികം
കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിലേക്ക് നമ്മളെന്തോ ആകൃഷ്ടരാകുന്നു. നമ്മൾ എത്രയും വേഗതയിൽ ആ കോണ്ടന്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെ സ്പീഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റോട് കൂടി നമുക്ക് മനസ്സിലാവും. അപ്പം വളരെയധികം സ്പീഡുള്ളൊരു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നിരിക്കുന്നു. വളരെയധികം ഇന്നവേഷൻസ് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം വളരെ പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കാലഘട്ടം, അതായത് നമ്മുടെ എക്കണോമിക് ഫോറം 2030 വരെയുള്ള ഒരു പ്രവചനം, തൊഴിൽ സംബന്ധമായ പ്രവചനം നടത്തിയിട്ടുണ്ട്. അതായത് ഏകദേശം 39% ആളുകൾക്ക് അവരുടെ ജോലികൾ നഷ്ടമാകും. അതായത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ജോലികൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്താണ് ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇനിയും അതിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് നമുക്ക് വേണം? നമുക്ക് സ്കിൽസ് അല്ലെങ്കിൽ സ്കില്ലിങ് ആൻഡ് അപ്സ്കില്ലിങ് നമുക്ക് ആവശ്യമുണ്ട്. കണ്ടിന്യൂസ് ലേണിംഗ് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഈ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇന്ന് നമുക്ക് ഒരു തരത്തിലുള്ള ജോലികളും കിട്ടാൻ ഒരു സാധ്യത വളരെ കുറവാണ്. അപ്പം സ്കില്ലിങ്ങിനോടൊപ്പം തന്നെ അപ്സ്കില്ലിങ്ങിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ലേണിംഗ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മാറി മാറി വരുന്ന തൊഴിൽ സംസ്കാരത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അപ്സ്കില്ലിങ്ങും കണ്ടിന്യൂസ് ലേണിങ്ങും സ്കില്ലിങ്ങും ആവശ്യമാണ്. ഏതു മേഖലയിലും ഇന്ന് നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ നാളെ വാലിഡേറ്റഡ് ആവത്തില്ലെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വി ഹാവ് ടു ലേൺ സംതിങ് ന്യൂ. പുതിയത് നമ്മളിലേക്ക് എന്താണ്? പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഫിസിക്കലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൈക്കോളജിക്കലി, സ്പിരിച്വലി, എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. എവിടെയൊക്കെ നമുക്ക് അപ്ഗ്രഡേഷൻ അല്ലെ അപ്ഡേഷൻ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ അതിനു വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതാവും. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞുകൊള്ളു, ആദ്യ ക്ലാസ് മുതൽ പറയുന്ന ഒരു കാര്യമാണ്, വി ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് അവർ ലൈഫ്. അതായത് ഓരോ മനുഷ്യനും ഒരു ഓൺട്രപ്രനറായി മാറേണ്ടിയിരിക്കുന്നു. ആ ഓൺട്രപ്രനർ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ കൺട്രോളിനൊപ്പം തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ കൺട്രോൾ നേടുകയും അതോടൊപ്പം തന്നെ ആ സമൂഹത്തിന് ബെനിഫിഷ്യൽ ആകുന്ന ഒരു വ്യക്തിയായി മാറണം. ഇവിടെ സ്വാർത്ഥത എന്ന് പറയുന്ന സ്വന്തം കാര്യം സിന്ദാബാദ് ഇത് നടക്കത്തില്ല. വി ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് അവർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും ഒരു ഓൺട്രപ്രനറായി മാറും. ഓൺട്രപ്രനറുടെ പ്രത്യേകത അറിയാമല്ലോ, ടേക്കിംഗ് കൺട്രോൾ. ഒരു കൂട്ടം കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ് ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രനർ എന്ന് പറയുന്നത്. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും അപ്ഗ്രഡേഷൻ നടത്തണം. ഓരോ വ്യക്തികളും കണ്ടിന്യൂസ് ലേണിങ്ങിൽ ഏർപ്പെടണം. അതോടൊപ്പം തന്നെ അവനവൻ്റെ ലൈഫിൻ്റെയും ഒരു ഓൺട്രപ്രനറായി മാറുന്നതോടൊപ്പം തന്നെ അവനവൻ്റെ ലൈഫിൻ്റെ കൺട്രോളും ഏറ്റെടുക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. എന്താണ് ഇന്നത്തെ ടോപ്പിക്ക്? അതായത് ഇത്രയും നാളും ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതാണ് ഇന്നത്തെ ടോപ്പിക്. അതായത് ഈ ടോപ്പിക്കിനോട് അപ്പുറത്തോട്ടൊരു ടോപ്പിക്കില്ല. ദിസ് ഈസ് ദ കംപ്ലീറ്റ് പാക്കേജ് ഓഫ് മൈ ടീച്ചിങ്. ഞാൻ എന്തൊക്കെയാണോ വായിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം ചേർന്നാണ് ഇന്നത്തെ ടോപ്പിക്. ഇതിനപ്പുറത്തോട്ടൊരു ടോപ്പിക് ഇല്ല. അത് ഏത് ബിസിനസ് ഫേം ആണെങ്കിലും ഏത് റിലീജിയസ് കമ്മ്യൂണിറ്റി ആണെങ്കിലും ദിസ് ഈസ് ദ പാക്കേജ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറിച്ചെടുക്കണം. നിങ്ങളുടെ ബിസിനസ് ഫേമിൽ അത് പ്രയോജനപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു സെയിൽസ്മാന് മാത്രമല്ല, ഇത് ബിസിനസ്സുകാർക്കും വളരെയധികം പ്രയോജനം. ബിസിനസ്സുകാരും സെയിൽസ് കമ്മ്യൂണിറ്റിയും രണ്ടുപേരും ചേർന്ന് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രയോജനം നേടിയെടുക്കുക. അപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ സെയിൽസ് പ്രിൻസിപ്പിൾസ് പ്ലേ ബുക്ക് എന്നുള്ളതാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ സെയിൽസ് പ്രിൻസിപ്പിൾസ് പ്ലേ ബുക്ക്. അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായ കാലഘട്ടം മുതലേ നമ്മൾ ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ആ പ്രിൻസിപ്പിൾസിന് അപ്പുറത്തോട്ട് മനുഷ്യരില്ല. വൈ? ബിക്കോസ് ഈ പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഈ അടിസ്ഥാന നിയമങ്ങളാണ് നമ്മുടെ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അപ്പുറത്തോട്ട് നമുക്കൊന്നുമില്ല. നമ്മൾ അതിനകത്ത് ആ നിയമങ്ങളെ പൊട്ടിച്ച് നമുക്ക് പോകുവാനായിട്ട് കഴിയത്തില്ല. മനുഷ്യൻ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നും സസ്റ്റെയിൻ ആകത്തില്ല. അപ്പം എന്താണ് ആ പ്രിൻസിപ്പിൾസ്, അതെങ്ങനെയാണ് സെയിൽസിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമുക്കിന്ന് പഠിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണ്? ദ സെയിൽസ് പ്രിൻസിപ്പിൾസ് പ്ലേ ബുക്ക്. ദ സെയിൽസ് പ്രിൻസിപ്പിൾസ് പ്ലേ ബുക്ക്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇത് സെയിൽസ് ടീമിന് അല്ലെ സെയിൽസ് മെമ്പേഴ്സിന് മാത്രമല്ല, ഇതൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. അതായത് ഒരു
കമ്പനിയുടെ കംപ്ലീറ്റ് A to Z പ്രൊസീജിയറിൻ്റെ സത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ എസൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബിസിനസ് നടത്തുന്ന വ്യക്തികൾ ഉൾപ്പെടെ ഈ പറയുന്ന വിവരങ്ങൾ അല്ലെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് അത് പാലിക്കണം, അല്ലെങ്കിൽ അത് പഠിച്ച് മനസ്സിലാക്കി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഈ സെയിൽസ് പ്രിൻസിപ്പിൾ പ്ലേ ബുക്ക് എന്ന് പറയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ആൻ A to Z ഫ്രെയിം വർക്ക്. ഇറ്റ് ഈസ് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്, നിങ്ങളുടെ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ബ്ലൂ പ്രിൻ്റ് ആണ്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ലോസ്. ഇത് വെളിയിൽ ഇത് ഒരു മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളൊന്നുമല്ല. ദിസ് ഈസ് ബേസ്ഡ് ഓൺ പ്രകൃതിയുടെ നിയമങ്ങൾ മാത്രം എടുത്തിട്ടുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ അടിസ്ഥാനം. മനുഷ്യൻ ചേർത്തിട്ടുള്ള നിയമങ്ങൾ ഇതിന് ബാധകമല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് ഈ പറയുന്ന ദ സെയിൽസ് പ്രിൻസിപ്പിൾ പ്ലേ ബുക്ക്? എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്? അതായത് ഇതിനകത്ത് 4 ഘടകങ്ങളാണുള്ളത്. 4 ഘടകങ്ങളേ ഉള്ളൂ. അതായത് ഈ സെയിൽസ് പ്രിൻസിപ്പിൾ പ്ലേ ബുക്കിനകത്ത് 4 ഘടകങ്ങളുണ്ട്. ഈ 4 ഘടകങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്? അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു കമ്പനി ഓണറിനെ സംബന്ധിച്ച് ആ കമ്പനിയെ പറ്റി ആ വ്യക്തിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. നമ്മൾ സാധാരണ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പോലെ അല്ല ഒരു കമ്പനി എന്ന് പറയുന്നത്, ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു കമ്പനി, ഒരു ഓണറിനെ സംബന്ധിച്ച് ആ ഒരു കമ്പനി തുടങ്ങുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ആശയം തുടങ്ങുന്ന സമയത്ത് തന്നെ ഹി ഷുഡ് ഹാവ് എ വിഷൻ അബൌട്ട് ഹിസ് കമ്പനി. ആ കമ്പനി എന്തായിരിക്കണം? ആ കമ്പനി ഒരു 10-20 വർഷത്തേക്ക്, അല്ലെങ്കിൽ 30 വർഷത്തേക്കോ 40 വർഷത്തേക്കും എങ്ങനെ ആളുകളെ സെർവ് ചെയ്യണം? ബിസിനസ് ഫേം ഓണറിനെ സംബന്ധിച്ച് അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഒരു സർവീസ് അല്ലെ പ്രോഡക്റ്റ് അല്ലെ ഡിജിറ്റൽ പർച്ചേസ് അല്ലെ ഡിജിറ്റൽ പ്രോഡക്റ്റ് ഈസ് ഗോയിങ് ടു ഗീവ് എ ഡിജിറ്റൽ സർവീസ് ഓർ എ ഫിസിക്കൽ സർവീസ്. അത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം എന്താ അതിന് വിഷൻ ഉണ്ടായിരിക്കും. വിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ടേം വിഷനാണ്. അതിപ്പോൾ നിലവിൽ പലതിനും റിസൾട്ട് കാണുന്നില്ലെങ്കിലും 50 വർഷത്തിന് ശേഷം ലോങ് ജേർണി പ്രൊസീജിയർ. അപ്പം വിഷൻ ഉണ്ടായിരിക്കണം. ആ കമ്പനി എന്താണ് ആളുകൾക്ക് കൊടുക്കുന്നതിനെ പറ്റി വിഷനാണ്. രണ്ടാമത്തെ കാര്യം ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. എന്താ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? കസ്റ്റമേഴ്സിന് ഞാൻ ഇന്ന കാര്യങ്ങളാണ് ഡെലിവറി ചെയ്യുന്നത്. ദാറ്റ്സ് എ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. വിഷണറി അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇന്ന കാര്യങ്ങളാണ് ഞാൻ സമൂഹത്തിൽ എൻ്റെ പ്രസ്ഥാനം കൊണ്ട് കൊടുക്കുവാൻ അല്ലെങ്കിൽ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. ആ മിഷൻ ആൻഡ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾസിലോട്ട് കിടക്കാം. നമ്മുടെ ടോപ്പിക്കിലെ പ്രിൻസിപ്പിൾസിലോട്ട് കിടക്കാം. ഇതാണ് ഫൗണ്ടേഷനായിട്ടുള്ളൊരു കാര്യം. വിഷൻ ആൻഡ് മിഷൻ ഏത് സ്ഥാപനത്തെ സംബന്ധിച്ചും ഉണ്ടായിരിക്കണം. സെയിൽസ് പ്രിൻസിപ്പിൾ പ്ലേ ബുക്കിനകത്തുള്ള 4 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഇത് ഞാൻ പറഞ്ഞു പ്രകൃതിയിൽ നിന്ന് തന്നെ ഉള്ളതാണ്. ഇത് നമ്മുടെ ബിസിനസ്സിലോട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണ്. ദ ബേസിക് തിങ് ഈസ് ഓൾ അബൌട്ട് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മുടെ സെയിൽസ് പ്രിൻസിപ്പിൾ പ്ലേ ബുക്കിനകത്തെ ദ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈസ് ഓൾ അബൌട്ട് പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന തത്വങ്ങളാണ്. ഇറ്റ് ഈസ് ദ ബേസിക് തിങ്. അതായത് നമുക്കിതിനെ വേണമെങ്കിൽ ഒരു സീഡ് എന്ന് വേണേൽ കോൺസെപ്റ്റ് കൊടുക്കാം. സീഡ് നമ്മൾ കർഷകരെ സംബന്ധിച്ചാണേലും നമുക്ക് കർഷകരെ അറിയാം, കൃഷിക്കാരെ അറിയാം. അല്ലെ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യുന്നവർക്കറിയാം. ഈ സീഡ് എന്ന് പറയുന്നതാണ് ദ ഫൗണ്ടേഷൻ ഓഫ് ദാറ്റ് ഫ്രൂട്ട്. അല്ലെങ്കിൽ ആ സീഡിനാണ് എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സീഡാണ് DNA എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ച്, നമ്മുടെ ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് ആ സീഡിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ സീഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ പ്രിൻസിപ്പിൾസ് ചേരുന്നതാണ് എന്ത്? ആ സീഡ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ കോർ വാല്യൂ എന്ന് പറയുന്നത്? അത് എന്തൊക്കെ ചേരുന്നവയാണ്? അതായത് എന്ത് പ്രിൻസിപ്പിൾസ് ആണ് ആ കമ്പനിക്കുള്ളത്? അപ്പോൾ എന്താണുള്ളത്? കസ്റ്റമർ സെൻട്രിക് ആണ്, അല്ലേ? കസ്റ്റമറെ ഫോക്കസ് ചെയ്യുന്ന, കസ്റ്റമറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന നമ്മുടെ ബേസിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? വിശ്വസ്തത, അല്ലെ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം, അല്ലേ? ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെ ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? വിശ്വസ്തത ഉണ്ടാവണം. വിശ്വസ്തത കമ്പനിക്ക് ആകത്തുകയാവണം.
അത് കമ്പനിയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടാവണം. ആ കമ്പനി മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്കും ആ ഒരു വിശ്വസ്തത, ആളുകൾക്ക് ആ വിശ്വസ്തത ഉണ്ടാവണം. അത് ആ ഒരു കണക്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിന് ഇറ്റ് ഷുഡ് ഹാവ് സം ഇന്നോവേഷൻസ്, പുതുമയുണ്ടായിരിക്കണം. ആ പുതുമയ്ക്കനുസരിച്ചാണ് എന്താണ് നമുക്ക് കസ്റ്റമറെ ആകർഷിക്കുവാനായിട്ട് കഴിയുന്നത്. പുതുമ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റോ സർവീസോ അതിൻ്റെ ഒരു അവതരണ രീതിക്കാകാം, അത് കൊടുക്കുന്ന പ്രത്യേകതകളാണ്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകമായിട്ട് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്താണ്, ഈ സീഡിനകത്ത് ഇരിക്കുന്ന ആ DNA ഇരിക്കുന്ന അടുത്ത ഒരു പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് പറയുന്നത് ആ പറയുന്ന സീഡിൻ്റെ ഗ്രോത്ത്, അടുത്ത സ്റ്റേജിലോട്ടുള്ള ആ വളർച്ചയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒന്നിലധികം ഫാക്ടേഴ്സോട് കൂടിയാണ്. അല്ലെങ്കിൽ ഒരു കമ്പനി ഓണറിൻ്റെ തോട്ട് പ്രോസസ്സിൽ മാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നവയല്ല. ഇത് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ എക്സ്റ്റേണലും ഇൻറ്റേർണലുമായിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സീഡിൻ്റെ അടുത്ത സ്റ്റേജിലോട്ടുള്ള ഗ്രോത്ത്. അപ്പം പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ബേസിക് എലിമെൻ്റ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള DNA എന്ന് പറയുന്ന അതാണ് ആ സീഡിലിരിക്കുന്ന പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസ് വിട്ടുകൊണ്ട് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രിൻസിപ്പിൾസ് ബ്രേക്ക് ചെയ്താൽ ആ കംപ്ലീറ്റ് ആ പറയുന്ന കമ്പനിയുടെ ഘടന തന്നെ മാറിപ്പോകും. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ഇത് ബിസിനസ്സിലോട്ട് അഡോപ്റ്റ് ചെയ്യുകയാണ്. ഈ പറയുന്ന DNA നമ്മുടെ പറയുന്ന സീഡ് അല്ലെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ആ കംപ്ലീറ്റ്നെസ്സിലാണ് ഈ കമ്പനിയുടെ സർവ്വ വിഷൻ, മിഷൻ, കസ്റ്റമറെ സെർവ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ആ സെയിൽസ് പ്രൊസീജിയർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ കൊളാബറേഷൻ, ഇന്നോവേഷൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ സീഡിനകത്തിരിക്കുന്ന മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആ കസ്റ്റമറുടെ നീഡ്, ആ കസ്റ്റമറുടെ പെയിൻ പോയിൻറ്റ്സ്, ഇതിനെയൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ എന്താണ്, ആ കമ്പനിയുടെ വാല്യൂ കൂടി ആ പ്രിൻസിപ്പിൾസിനകത്ത് അടങ്ങിയിരിക്കണം. നമ്മൾ ആ കസ്റ്റമറെ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ, ആ കസ്റ്റമറെ നമ്മൾ വിലയിരുത്തുമ്പോൾ, നമ്മൾ ആ പറയുന്ന കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അവരെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് പിന്നെയും ആ കസ്റ്റമർ നമ്മളിലേക്ക് വരിക, അല്ലേ? നമ്മൾ ആ കസ്റ്റമറെ നമുക്ക് ലൈഫ് ടൈം വാല്യൂ കൊടുക്കുന്ന ഒരു കസ്റ്റമറാക്കി മാറ്റണമെങ്കിൽ എന്തുണ്ടാവണം? ആ വർക്ക് ഫ്ലോ ഒന്ന് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ആ പറയുന്ന ഒരു ഫ്ലോ സ്റ്റേറ്റ് നിലനിർത്തണം. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ്, ഒരു കമ്പനിയുടെ പ്രിൻസിപ്പിൾസിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചേർന്ന് വന്നെങ്കിലേ എന്തുണ്ടാവത്തുള്ളൂ? ആ ഒരു കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പൂർണ്ണത കൈവരത്തുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ആ ഒരു സീഡ് കോൺസെപ്റ്റ് ഈ പറയുന്ന കമ്പനിയുടെ മിഷൻ, വിഷൻ, സ്റ്റേറ്റ്മെന്റ്സ് ഉൾപ്പെടെ സർവ്വ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പം ഞാൻ പറഞ്ഞു ബേസിക്കായിട്ട് എന്താണ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അതിനകത്ത് തന്നെ സർവ്വതിൻ്റെയും എന്താണ് ആ DNA-ക്കകത്ത് സർവ്വതും അടങ്ങിയിട്ടുണ്ട്. ആ ബേസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ എക്സ്പാൻഷനാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പം പ്രിൻസിപ്പിൾസ്, ഒരു കമ്പനിയുടെ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാലിഡേറ്റ് ദ പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാലിഡേറ്റ് ദ പ്രിൻസിപ്പിൾസ്. വാലിഡേറ്റ് ദ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു പ്രിൻസിപ്പിൾസ്. നമുക്കതിനൊരു സീഡായിട്ട് വേണേൽ കോൺസെപ്റ്റായിട്ട് കാണാം. നമ്മുടെ ഈ പറയുന്ന കർഷകർ വിതയ്ക്കുന്ന സീഡ്, അതിനകത്ത് ഈ പറയുന്ന സീഡ് പൊട്ടിമുളച്ച് അത് ഒരു മരമാകുന്നു, അല്ലെങ്കിൽ ഒരു ചെടിയാകുന്നു, അതിൽ നിന്ന് ഫ്രൂട്ട്സ് ലഭിക്കുന്നു എന്ന കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ പിന്തുടരുന്നത്. അപ്പോൾ ഇവിടെ സീഡ്സ് ആണ് പ്രിൻസിപ്പിൾസ്, ആ DNA-ക്കകത്ത് എല്ലാം ഉണ്ട്. രണ്ടാമത്തെ കാര്യം വാലിഡേറ്റ് ദ പ്രിൻസിപ്പിൾസ്. എന്താ ഈ പ്രിൻസിപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാം. നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കമ്പനിക്ക് അതിൻ്റെ ആ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുന്നു, അതിൻ്റെ ചിട്ടാവട്ടങ്ങൾ ഉണ്ടാക്കുന്നു, നിയമങ്ങൾ ഉണ്ടാക്കുന്നു, ആ ചട്ടക്കൂട് ഉണ്ടാക്കുന്നു. ചട്ടക്കൂട് ഉണ്ടാക്കിയ ശേഷം രണ്ടാമത് എന്താണ് ഈ പറയുന്ന ചട്ടക്കൂട് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുന്നു നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ലേൺ ടു ഗ്രോ. ഇതെങ്ങനെയാണ് വളരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സീഡ് നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല, അല്ല പ്രിൻസിപ്പിൾസ് നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഇതൊന്ന് പ്രായോഗിക തലത്തിൽ ഇതെങ്ങനെ കൊണ്ടുവരാം? പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ഈ രണ്ടാമത്തെ സ്റ്റേജിൽ
നമ്മൾ കസ്റ്റമറുടെ നീഡ് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് നമ്മളിലേക്ക് വരുന്ന കസ്റ്റമറെ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സൊല്യൂഷൻസ്, അവരുടെ പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കാണണ്ടേ. അവർ വരുന്ന ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നതാണെങ്കിലും ആ പറയുന്ന ആളുകൾക്ക് അവരുടെ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമാണ് നമ്മളുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കസ്റ്റമറുടെ ആവശ്യങ്ങളുമായിട്ട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. അപ്പം അതിലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ, നമ്മൾ എന്ത് സർവീസാണോ കൊടുക്കുന്നത്, ആ മേഖലയിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ കോമ്പറ്റീറ്റേഴ്സിനെയും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ മാത്രമായിരിക്കത്തില്ല സർവീസ് കൊടുക്കുന്നത്, അതിലൊരു കോമ്പറ്റീറ്റേഴ്സ്, സ്വാഭാവികമായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ്, വലുതും ചെറുതുമായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവാം. ആ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന വാല്യൂവിനെക്കാട്ടിൽ കൂടുതൽ വാല്യൂ നമുക്ക് കൊടുക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കണം. ഇന്ന് സർവ്വ മേഖലകളിലും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സർവ്വ മേഖലകളിലും ഫീഡ്ബാക്ക് ആവശ്യമാണ്. നമ്മളൊരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ സർവീസിനെ എത്ര കണ്ടാണ് ആളുകളിൽ സ്വീകാര്യമാകുന്നത്, അതവർക്ക് തൃപ്തികരമാണോ, എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും പരിഹരിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, വി ക്യാൻ ബെറ്റർ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ബെറ്റർമെൻറ്റിന് വേണ്ടിയാണ്, അത് മികച്ചതാക്കാനാണ്. നമുക്കറിയാം ഗൂഗിൾ റിവ്യൂസ്, സാധാരണ രീതിയിൽ പറയാം, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഓൺലൈനിൽ കൊടുക്കുന്ന ഒരു ഗൂഗിൾ റിവ്യൂസ് ഇല്ലേ, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഷട്ടറിടും എന്ന് പറയുന്നത് പോലെ എന്താ ഉള്ളത്, നമുക്ക് കസ്റ്റമറെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള CRM അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ നമുക്കുണ്ട്. നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് സ്റ്റുഡിയോ പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ മെട്രിക്സ് ഒക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ യൂട്യൂബ് സോഷ്യൽ മീഡിയ ഒക്കെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ അറിയാം. അപ്പം മെട്രിക്സിൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് സോഫ്റ്റ്വെയർസിൻ്റെ ഗുണം എന്താണ്, നമുക്ക് ആളുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളിലേക്ക് വരുന്ന ആളുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റും, അവരുടെ നീഡ്സും വാണ്ട്സും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോഡക്റ്റ് സർവീസും ബെറ്റർ ആക്കാൻ കഴിയും. അപ്പം എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ സ്റ്റേജ് നമ്പർ 2 കടക്കുമ്പോൾ എന്താണ്, വി ഹാവ് ടു വാലിഡേറ്റ് അവർ പ്രിൻസിപ്പിൾ. നമ്മുടെ പ്രോഡക്റ്റും സർവീസും നമ്മൾ കൊടുക്കുന്നത് മികച്ചതാണോ, അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്, അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റോ സർവീസിലോ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും. ഇതോടൊപ്പം തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പ്രോഡക്റ്റിന് നമ്മുടെ ഈ മാർക്കറ്റ് പ്ലേസിൽ, നമ്മുടെ ഈ പറയുന്ന ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്യണോ, നമ്മുടെ പ്രോഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യണോ നമുക്ക് കഴിയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡേറ്റ വെച്ച് അനലൈസ് ചെയ്യണം. അതായത് കാലഘട്ടം അനുസരിച്ച് ലോകം മാറുന്നതനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിന് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് എന്താണ്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടോ, ഗ്ലോബൽ ട്രെൻഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു പ്രോഡക്റ്റോ സർവീസോ ആണോ എൻ്റേത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ വിലയിരുത്തണം. നമ്മളൊരു ഒബ്സർവറായി മാറണം. നമ്മൾ ആ പ്രോഡക്റ്റിനോട് അടുത്ത് നിൽക്കുന്നതോടൊപ്പം തന്നെ ഒരു കൺസ്യൂമറായി മാറി നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ആ പ്രോഡക്റ്റിനെ വിലയിരുത്താൻ കഴിയണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലുള്ള വാലിഡേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ രണ്ടാമത് എന്താ ചെയ്യേണ്ടേ, നമ്മൾ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതെങ്ങനെ വളരുന്നു, ഇത് വളർച്ചയുണ്ടോ എന്നുള്ള ഒരു അനാലിസിസ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ 2 ഘട്ടങ്ങൾ കടന്നു. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വാലിഡേറ്റ് ദ പ്രിൻസിപ്പിൾ. ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ പരിശോധിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ളത്, സീഡ് ഗ്രോ ചെയ്യണം എന്നുള്ളത്, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ അത് എപ്രകാരം പ്രവർത്തിക്കുന്നുണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങുന്നു. മൂന്നാമത്തെ കാര്യം, ഇത് പ്രാവർത്തികമാക്കാൻ പോവാം. അതായത് നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ നമ്മൾ കളത്തിലിറക്കാനായിട്ട് പോവുക. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഈ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഞാൻ കാര്യം പറയാം, ഒന്നാമത് നമ്മൾ പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കുന്നു, ഇതൊക്കെയാണ് എൻ്റെ കമ്പനിയുടെ പ്രിൻസിപ്പിൾസ്. രണ്ടാമത് ഇത് വാലിഡേറ്റ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്, അത് ട്രയൽ വെർഷനാണ്. അത് ഫുൾ എന്താണ്, ആ ഫുൾ സ്വിങ്ങിലോട്ട് വന്നിട്ടില്ല.
അതായത് നമ്മൾ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയ ശേഷം നമ്മുടെ കമ്പനിയുടെ ഒരു ട്രയൽ വെർഷനാണ് രണ്ടാമത്തെ സ്റ്റേജിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ്. ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ സ്റ്റേജ് നമ്പർ 1-ൽ നിന്ന് സീഡ് അതിൻ്റെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ അത് വാലിഡേറ്റ് ചെയ്യുന്നു, അത് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു, ട്രയൽ വേർഷൻസ് നടത്തുന്നു. ഇവിടെയാണ് മൂന്നാം ഘട്ടത്തിൽ എന്താണ് അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പ്ലാന്റിങ് ടു ഗ്രോ ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പോവാണ്. പ്ലാന്റിങ് ടു ഗ്രോ. നമ്മൾ തന്നെ ഇതിനകത്ത് മുൻകൈ എടുക്കുവാണ്. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? ഒരു ട്രയൽ വെർഷനാണ്, അത് പഠിക്കുന്നൊരു സ്റ്റേജാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. തേർഡ് സ്റ്റേജിലോട്ട് നമ്മൾ രംഗപ്രവേശനം ചെയ്യുകയാണ്. അപ്പോൾ എവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഈ പറയുന്ന പ്ലാന്റിങ് സ്റ്റേജ് അല്ലെങ്കിൽ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ സ്റ്റേജിൽ വി ആർ സ്ട്രക്ചറിങ് ദ സെയിൽസ് പ്രോസസ്. ഈ തേർഡ് സ്റ്റേജിലാണ് നമ്മൾ ആ സെയിൽസ് പ്രോസസ്സ് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആക്കുന്നത്, അതിനെ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഇവിടെയാണ് ഫൗണ്ടേഷൻ ബിൽഡിംഗ്, നമ്മുടെ കസ്റ്റമറുമായിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡിങ് കൂടുതൽ പ്രസക്തമാകുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉൾപ്പെടെ, നെഗോഷിയേഷൻ സ്കിൽസ് ഉൾപ്പെടെ, ഹൈ ടിക്കറ്റ് സെയിൽസ് സ്കിൽസ് ഉൾപ്പെടെ എവിടൊക്കെയാണോ നമ്മുടെ സ്കിൽ സെറ്റ്സ് നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പഠിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്, അവിടെ തേർഡ് സ്റ്റേജിലാണ്. അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസിന് നമ്മൾ കൊടുക്കുന്ന വാലിഡേഷൻ കഴിഞ്ഞു, ആ സെക്കൻഡറിയിൽ ആ പരിശോധന കഴിഞ്ഞു. ഇനി നമ്മൾ രംഗത്തിറക്കുകയാണ്, നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ ഡിജിറ്റലി ഇറക്കുവാണ്. അപ്പോഴേക്കും എന്തുവാണ്? കസ്റ്റമറുമായിട്ട് നമ്മൾ അടുക്കുന്നു. അപ്പോൾ കസ്റ്റമറുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഒരു ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സ്കിൽ സെറ്റ്സ് നമ്മൾ പുതുക്കണം. നമ്മുടെ സ്കിൽ സെറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ഇവിടെയാണ് വളരെയധികം പ്രധാനപ്പെട്ട. ഇപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേജിൽ കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ സെയിൽസ് ടീമിനെ കൂടുതലായിട്ടും അങ്ങോട്ട് രംഗത്തിറക്കുമ്പോൾ അവരെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് നമ്മൾ സെയിൽസ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ, അവർക്ക് നമുക്ക് കോച്ചിങ് കൊടുത്തിട്ടുണ്ടോ, അവർക്ക് നമ്മൾ മെൻറ്ററിങ് കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ ബേസ് ഇട്ട ശേഷം ഇവിടെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വരുമ്പോൾ അവരുമായിട്ട് എങ്ങനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് നമ്മുടെ സെയിൽസ് ടീം സ്ഥാപിക്കുന്നത് എന്ന് നമുക്ക് റോൾ പ്ലേയിലൂടെ അവർക്ക് പരിശീലനം കൊടുക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് റോൾ പ്ലേയിലൂടെ, ഫിസിക്കൽ റോൾ പ്ലേയിലൂടെ നമ്മുടെ സെയിൽസ് ടീം പരിശീലിച്ചിരിക്കണം. അവരിൽ എമ്പതി വർക്കൗട്ട് ആവുന്നുണ്ടോ, അവരിൽ ലവ് വർക്കൗട്ട് ആവുന്നുണ്ടോ, അവരിൽ കൊളാബറേഷൻ അല്ലെങ്കിൽ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ള മാനസിക നിലയിലോട്ട് വന്നിട്ടുണ്ടോ? ഒരു പ്രോഡക്റ്റ് വെറുതെ പുഷ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് ആവരുത്. അതിനപ്പുറത്തോട്ട് ആളുകളെ ആകർഷിക്കുന്ന അവരിലേക്ക് ആകർഷിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടോ എന്ന് പറയുന്ന എല്ലാ വിധത്തിലുള്ള സോഫ്റ്റ് സ്കിൽ അപ്ഗ്രഡേഷനും നടക്കുകയും അത് അവിടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതും നോക്കേണ്ട ഒരു സ്റ്റേജാണ് തേർഡ് സ്റ്റേജ്. അവിടെയാണ് ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ, അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് അവർ മനസ്സോടുകൂടി വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ. ഈ പറയുന്ന സ്റ്റേജിൽ എന്താണ്? ഈ പറയുന്ന സ്റ്റേജ് ഒരു ഗ്രോത്ത് സ്റ്റേജാണ്. നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റേജ് കഴിഞ്ഞ ശേഷം ഇവിടെയാണ് നമ്മുടെ ബിൽഡപ്പ് തുടങ്ങുന്നത്. അതൊരു തുടക്കമെന്ന് ഈ പറയുന്ന തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇച്ചിരി താമസം എടുക്കുന്നതാണ്. ഫൗണ്ടേഷൻ ഇട്ടു, അതിനുശേഷം ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ ആ ഗ്രോയിങ് സ്റ്റേജ്, ഒരു പ്ലാന്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സീഡ് വളർത്തുന്നത്, അല്ലെങ്കിൽ സീഡിൽ നിന്ന് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതെങ്ങനെ വളർത്തണമെന്ന് മനസ്സിലാക്കിയ ശേഷം കർഷകൻ പ്രയോഗത്തിൽ അല്ലെങ്കിൽ ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കാം? ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ കർഷകൻ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം, ഒബ്ജെക്ഷൻസ് ഇല്ലേ? കർഷകൻ കൃഷിയിടത്തിൽ തൻ്റെ ഫലങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ ചെടികൾ വളരുമ്പോൾ അതിനുണ്ടാകുന്ന രൂക്ഷമായ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നത് പോലെ തന്നെയാണ് ഈ സ്റ്റേജിൽ നമ്മുടെ സെയിൽസ് ടീമും നേരിടാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഒബ്ജെക്ഷൻസ് ഉണ്ടാവാം, റിജക്ഷൻസ് ഉണ്ടാവാം, കസ്റ്റമേഴ്സ് നമ്മളോട് നോ പറയാം,
അപ്പോൾ ഈ പറയുന്ന ക്രൂഷ്യൽ സ്റ്റേജിൽ നമ്മുടെ സെയിൽസ് ടീമിന് കൃത്യമായിട്ടുള്ള പരിശീലനം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കോച്ചിങ്, ട്രെയിനിങ് അല്ലെങ്കിൽ മെൻറ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ അവരെ കടത്തിവിടണം. ആ കടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒബ്ജക്ഷൻ വന്നാലോ റിജക്ഷൻ വന്നാലോ അതിനെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്ത് കസ്റ്റമറെ നമ്മളുടെ പ്രോഡക്ട്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന തേർഡ് സ്റ്റേജിൽ നമ്മൾ എന്താണ്, നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. നമ്മൾ തന്നെ നേരിട്ട് നമ്മുടെ പ്രോഡക്ട്സ്, ഫിസിക്കൽ പ്രോഡക്ട്സ്, ഡിജിറ്റൽ പ്രോഡക്ട്സ് എത്തിക്കുന്നു. അവിടെ കസ്റ്റമേഴ്സുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവിടെ ആ സെയിൽസ് പ്രക്രിയയിൽ കസ്റ്റമേഴ്സ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വാലിഡേഷൻ അവിടെ നടക്കുക. അപ്പോൾ തേർഡ് സ്റ്റേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. സെയിൽസ് ടീമിനെ നമ്മൾ കോച്ചിങ്, മെൻറ്ററിങ് ഉൾപ്പെടെയുള്ള സ്കിൽ സെറ്റ്സ്, അതായത് അപ്സ്കില്ലിംഗ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ക്രോസ് സെല്ലിങ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും നമ്മുടെ സെയിൽസ് ടീമിനെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏറ്റവും അധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതോ അല്ല ഏറ്റവും അധികം മൂവിങ് ആയിട്ടുള്ള പ്രോഡക്ട്സിനോടൊപ്പം തന്നെ മറ്റ് പ്രോഡക്ട്സുകളും നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുത്തുവാനായിട്ട് കഴിയും, അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുവാനായിട്ട് കഴിയും. അപ്പം തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ്. അപ്പോൾ നാലാമത്തെ ഘട്ടത്തിലൂടെ നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പിൾസ് ആണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞ് വാലിഡേറ്റിംഗ് ദ പ്രിൻസിപ്പിൾസ് ആണ്. മൂന്നാമത്തെ ഘട്ടം അല്ല മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് ആണ്. ഇത് നാലാമത്തെ പോയിന്റ് അല്ലെങ്കിൽ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ദ പ്രിൻസിപ്പിൾസ്. നാലാമത്തെ ഘട്ടം അല്ലെങ്കിൽ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റിംഗ് ദ പ്രിൻസിപ്പിൾസ്. നാലാമത്തെയാണ് പ്രൊട്ടക്റ്റിംഗ് ദ പ്രിൻസിപ്പിൾസ്. അപ്പോൾ എന്താണ് ഈ പ്രൊട്ടക്റ്റിംഗ് ദ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എൻ ഹാർവെസ്റ്റിംഗ് സ്റ്റേജ്. ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ആണ്. എന്താണ് ഈ ഹാർവെസ്റ്റിംഗ് സ്റ്റേജ്? ഞാൻ പറഞ്ഞു, നമ്മുടെ സീഡ്, നമ്മുടെ കയ്യിൽ സീഡ് ഇരിക്കുന്നു, നമ്മൾ ആ സീഡിനെ കുറിച്ച് പഠിക്കുന്നു, നമ്മൾ ആ സീഡ് നിലത്ത് വിതറുന്നു, അതുണ്ടാകുന്ന അതിനോടൊപ്പം തന്നെ വെള്ളം അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ക്രമീകരണം, ആ സീഡ് വളരുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും, ഇൻറ്റേർണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ഒരുക്കുന്നു. അതിന് സൂര്യപ്രകാശം വേണം, വെള്ളം വേണം, വളം വേണം, അതിന് ടൈം ബൗണ്ടാണ്, കാത്തിരിപ്പുണ്ട്. കീടങ്ങൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നു, അല്ലെ കീടങ്ങൾ ആക്രമിച്ചാൽ അതിനുവേണ്ടിയുള്ള പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്നു, വളമിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണ്, ആ സീഡിനെ ഒരു പ്ലാന്റ് ആയിട്ട് വളർത്തിക്കൊണ്ട് നമ്മൾ അതിനെന്താണ്, അതിന് ഫലങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയാണ്. ഈ സ്റ്റേജിലാണ് ഫലങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ ഫലങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളതിനെ ഹാർവെസ്റ്റ് ചെയ്യണ്ടേ. അപ്പം നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർവെസ്റ്റിംഗ് സ്റ്റേജാണ്. ഈ സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കമ്പനിയെ സംബന്ധിച്ച്, ഒരു കമ്പനി ഓണറെ സംബന്ധിച്ച് നമ്മൾ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നു, ആ പ്രിൻസിപ്പിൾസ് വാലിഡേറ്റ് ചെയ്യുന്നു, ആ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നു. ഇനി ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുക. ഈ പ്രിൻസിപ്പിൾസിനെ നമ്മൾ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുക. നമ്മളൊരു ഒരു എക്സ്പാൻഷൻ സ്റ്റേജ് ഒക്കെ വേണമെങ്കിൽ പറയാം. ആ പ്രിൻസിപ്പിൾസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ പുതിയ സ്വപ്നങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത? നാലാം ഘട്ടത്തിലോട്ട് കടന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻ്റ് ആൻഡ് ഇവാലുവേഷൻ ആണ്. നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ നമ്മുടെ കസ്റ്റമറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കൊണ്ടുവരണം, അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം, അതിനകത്ത് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂട്ടണം, ആ കസ്റ്റമറിന് നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കണം. അതായത് അതിനകത്ത് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയണം. നമുക്ക് ആ പറയുന്ന കസ്റ്റമർ വാല്യുബിളാണ്, കസ്റ്റമർ നെറ്റ്വർക്ക് വാല്യുബിളാണ്. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം വാല്യുബിളാണ്. ഒരു ലൈഫ് ടൈം കസ്റ്റമർ ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ആ കസ്റ്റമർ പരിചിതനായെങ്കിൽ, ആ പ്രോഡക്റ്റുമായിട്ട് കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡുമായിട്ട് ആ കസ്റ്റമർ കണക്റ്റഡ് ആയെങ്കിൽ ഇനിയും ആ കസ്റ്റമർ വീണ്ടും വീണ്ടും വരത്തക്ക രീതിയിലാണ് നമ്മൾ പരിശ്രമം നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രെൻഡുകൾ അനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ കസ്റ്റമർ എപ്പോഴും ക്യൂരിയസ് ആണ്, നമ്മളിലേക്ക് വിട്ടുപോകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. നമുക്കറിയാം, യൂട്യൂബിൽ വീഡിയോ ഇടുന്ന വ്യക്തികളാണെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, അവരെപ്പോഴും അവർക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സിന് എപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടന്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആൾ പോവും. ആൾക്ക് ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ കസ്റ്റമറിന് ഒത്തിരിയും ചോയ്സുകൾ ഉള്ളത് കൊണ്ട്
റിമോട്ട് പോലാണ് ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ. അതൊക്കെ എങ്ങോട്ട് വേണം ഇപ്പോൾ. അപ്പോൾ കസ്റ്റമറെ നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ ആ പറയുന്ന പ്രോഡക്റ്റുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും മറ്റു സോഴ്സസിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? അവരെ നമുക്ക് ചേർത്ത് നിർത്തണം. അപ്പോൾ ഒരു കോസ്മിക് സെയിൽസ്മാൻ ആയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? നമ്മുടെ കസ്റ്റമറെ നമുക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഏറ്റവും അധികം പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ തന്നെ എക്സാമ്പിൾ ആകുകയാണ്. നമ്മളൊരു കമ്പനി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടം ആളുകളുടെ ആ ഒരു വണ്ണസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തന്നെ മുമ്പിൽ ഉദാഹരണമായിട്ട് നിൽക്കണം. നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അതായത് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ പ്രോഡക്റ്റാണ്. അത് നമ്മുടെ ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ സെർവ് ചെയ്യാൻ ഉണ്ടാക്കിയതാണ്. ഒരു പ്രോഡക്റ്റിനോടൊപ്പം തന്നെ അതിനപ്പുറത്തോട്ട് അതൊരു ബന്ധമാണ്. പ്രോഡക്റ്റോ സർവീസോ അല്ല, അതൊരു ബന്ധമാണ്, ലൈഫ് ടൈം റിലേഷൻഷിപ്പാണ്. അപ്പം നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും എന്താണ് അവരുടെ മനസ്സിലുണ്ടാവേണ്ടത്? ഞാനൊരു പ്രോഡക്റ്റോ ഒരു സർവീസോ പുഷ് ചെയ്യാനിരിക്കുന്ന വ്യക്തിയല്ല. ഞാൻ ആ പ്രോഡക്റ്റോ സർവീസോ ഒരു റിലേഷൻഷിപ്പാണ്. ഒരു കൂട്ടം ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ടാണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇരിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു വ്യക്തിയല്ല, ഞാനെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷനാണ്. അപ്പം നമ്മൾ ഓരോ വ്യക്തികളും വി ആർ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി. ആ ബ്രാൻഡ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. അപ്പം കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നതും ഇവിടെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ആ 4 സ്റ്റെപ്പ് ഫോർമുലയിൽ 4ാമത്തെ കാര്യം പ്രൊട്ടക്റ്റിംഗ് ദ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു വിട്ടുവീഴ്ച കൊടുക്കരുത്. നമ്മൾ പറഞ്ഞു ആദ്യമേ തന്നെ എന്താണ് നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്? വി ആർ ഹിയർ ടു സെർവ് അതേഴ്സ്. നമ്മുടെ പ്രോഡക്റ്റും സർവീസും കൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യാനാണ്. അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് പിന്നീട് വരുന്നൊരു കാര്യമാണ്. നല്ല രീതിയിൽ നമ്മൾ കസ്റ്റമർ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയാതെ തന്നെ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വരും, നമുക്ക് പ്രോഫിറ്റ് വരും. ദ സെയിൽസ് പ്രിൻസിപ്പിൾ പ്ലേ ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ ഒന്ന് ചുരുക്കി ഒന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാം. അതായത് ഞാൻ ആദ്യം പറഞ്ഞു കാലം മാറുന്നു, കാലഘട്ടം മാറുന്നു, അതനുസരിച്ച് ആ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടം എന്ന് ആദ്യമേ ഞാൻ സൂചിച്ചു. ഇറ്റ്സ് എ ഏജ് ഓഫ് ഇറ ഓഫ് എൻലൈറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് ഒരു ലൈറ്റ്നിങ് സ്പീഡാണ്. അപ്പം എത്രയും പെട്ടെന്ന് അപ്ഡേറ്റഡ് ആകുക, എത്രയും പെട്ടെന്ന് ബെറ്റർ സർവീസ് കൊടുക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ 4 പോയിന്റ്സ് എന്ന് പറയുന്നത്? അതായത് ദ കോർ പ്രിൻസിപ്പിൾസ്, ആ സീഡ് എന്ന് പറയുന്നതിനകത്ത് തന്നെ എന്താണ് ആ DNA അതിൻ്റെ DNA നമ്മുടെ കമ്പനിയുടെ DNA ആ പ്രിൻസിപ്പിൾസ് അത് സർവ്വ കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ? അതായത് നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ കസ്റ്റമർ വാല്യൂ കൊടുക്കുന്ന കാര്യം, നമ്മുടെ സ്കിൽ അപ്ഗ്രേഡേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ സീഡിനകത്തുണ്ട്. കസ്റ്റമർ A to Z എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ ആ പ്രിൻസിപ്പിൾസിൽ അടങ്ങിയിട്ടുണ്ട്. 2ാമത്തെ പോയിന്റ് എന്നാണ് വാലിഡേറ്റിംഗ് ദ പ്രിൻസിപ്പിൾ. ട്രയൽ വെർഷനാണ്. കസ്റ്റമർ നമ്മളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രീ പ്ലാനിങ് പ്രോസസ്സാണ് നടക്കുന്നത്. നമുക്കതിനെപ്പറ്റി നല്ല ധാരണയുണ്ടെങ്കിൽ ആ പ്രൊസീജിയർ ബെറ്റർ ആവും. ഇതൊരു നമ്മൾ എങ്ങനെ വളരണമെന്ന് പഠിക്കുവാണ്. ദിസ് ഈസ് വാലിഡേറ്റിംഗ് ദ പ്രിൻസിപ്പിൾസ്. 3ാമത്തെ പോയിന്റ് എന്താണ്? പ്രിൻസിപ്പിൾസ് നമ്മൾ ലൈവായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. 2ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് നമ്മൾ പ്ലാന്റിംഗ് ആണ്, നമ്മുടെ ലോഞ്ചിങ് എന്ന് പറയാം. നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിന് നമ്മൾ ലോഞ്ച് ചെയ്യുവാണ്. ആ ലോഞ്ച് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പ്രാക്ടിക്കൽ സെൻസിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അപ്ലൈ ചെയ്യുവാണ്. 4ാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഹാർവെസ്റ്റിംഗ് സ്റ്റേജാണ്. ഈ സമയത്ത് എന്താണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ അവരുമായിട്ടുള്ള ബന്ധം വിട്ടുപോകാതിരിക്കാനുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ എന്താണ് ഈ പ്രിൻസിപ്പിൾസ് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പല സ്ഥലങ്ങളിലേക്കും പല ഏരിയാസിലേക്കും പല രാജ്യങ്ങളിലുമൊക്കെ വ്യാപിക്കാം. ബിസിനസ് ഫേം വളരുന്ന ഈ 4 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനും ഈ ബേസിക് 4 പ്രിൻസിപ്പിൾസ് ഉണ്ടാവണം. അത് എന്താണ്? ഫ്രാഞ്ചൈസീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ ഔട്ട്ലെറ്റ്സോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് ഫേം വളരുന്നതനുസരിച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതേ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ കൂടുതലായിട്ടും ആളുകളെ ഹയർ ചെയ്താൽ മതി. അപ്പോൾ AI ഏജൻറ്റ്സ് ഉൾപ്പെടെയുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ടെക്നോളജികൾ നമ്മളുടെ മനുഷ്യരുടെ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അപ്സ്കില്ലിങ് അല്ലെങ്കിൽ നമുക്കെന്താണ് സ്കിൽസിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലേണിങ് ഇനി അതില്ലാതെ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ദിസ് ഈസ് ദ ബേസിക്
പ്രിൻസിപ്പിൾസ്. ഇതാണ് ഒരു കമ്പനിയുടെ 4 പ്രിൻസിപ്പിൾ. ഈ ഒരു ചട്ടക്കൂടാണ്. ഇത് 4 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ലോകത്തിലുള്ള എല്ലാ വിധത്തിലുള്ള മതഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ മതഗ്രന്ഥങ്ങളുടെ ഫൗണ്ടേഷൻ ഈസ് ഓൾ അബൌട്ട് ദിസ് പ്രിൻസിപ്പിൾസ്. ലോകത്തിലുള്ള എല്ലാ കമ്പനികളും പ്രവർത്തിക്കുന്നത്, എല്ലാ വിധത്തിലുള്ള വളർച്ചയും ഉണ്ടാകുന്നത് ഈ 4 പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സെയിൽസ് പ്രിൻസിപ്പിൾസ് പ്ലേ ബുക്ക് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് നിങ്ങളുടെ കമ്പനിയിൽ പഠിപ്പിക്കണം, നിങ്ങളുടെ സെയിൽസ് ടീമിനെ പഠിപ്പിക്കണം. നിങ്ങൾക്ക് വളർച്ചയുണ്ടാവട്ടെ. മറ്റൊരു ടോപ്പിക്കിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.